അദ്ഭുത കൃഷ്ണൻ. പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണന്റെ സങ്കീർണതകൾ മനസ്സിലാക്കാതെയും അദ്ദേഹത്തിന്റെ അസാധാരണമായ ആത്മീയ വൈഭവങ്ങൾ അറിയാതെയും വൃന്ദാവനത്തിലെ നിഷ്കളങ്കരായ ഗോപാലകരായ ആൺകുട്ടികളും പുരുഷന്മാരും എല്ലാ മനുഷ്യരുടെയും പ്രവർത്തനങ്ങളെക്കാൾ മികച്ചതായ അദ്ദേഹത്തിന്റെ അത്ഭുതകരമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി. അവരിൽ ഒരാൾ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അദ്ദേഹത്തിന്റെ അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ പരിഗണിക്കുമ്പോൾ ഇത്രയും അസാധാരണനായ ഒരു ആൺകുട്ടി എങ്ങനെയാണ് വൃന്ദാവനത്തിൽ ഞങ്ങളോടൊപ്പം താമസിക്കാൻ കഴിയുന്നത്? അത് ശരിക്കും സാധ്യമല്ല. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, അവന് ഇപ്പോൾ 7 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ. ആനകളുടെ രാജാവ് താമരപ്പൂവ് പിടിക്കുന്നതുപോലെ ഗോവർദ്ധന പർവ്വതത്തെ ഒരു കൈയിൽ ഉയർത്തിപ്പിടിക്കാനും അത് ഉയർത്തിപ്പിടിക്കാനും അദ്ദേഹത്തിന് എങ്ങനെ കഴിയും? ഒരു ആനയ്ക്ക് താമരപ്പൂവ് ഉയർത്തുക എന്നത് വളരെ നിസ്സാരമായ കാര്യമാണ്. അതുപോലെ തന്നെ കൃഷ്ണൻ ഗോവർദ്ധന പർവ്വതത്തെ യാതൊരു പരിശ്രമവുമില്ലാതെ ഉയർത്തി. ഒരു കുഞ്ഞായിരുന്നപ്പോൾ ശരിയായി കാണാൻ പോലും കഴിയാതെ പൂതന എന്ന മഹാരാക്ഷസനെ അവൻ കൊന്നു. അവളുടെ മുല കുടിക്കുന്നതിനിടയിൽ അവളുടെ ജീവവായുവും അവൻ വലിച്ചെടുത്തു. നിത്യകാലം ഒരു ജീവിയെ യഥാസമയം കൊല്ലുന്നതുപോലെ പൂതന എന്ന രാക്ഷസനെയും കൃഷ്ണൻ കൊന്നു. 3 മാസം മാത്രം പ്രായമുള്ളപ്പോൾ കൈകൊണ്ട് ഓടിക്കുന്ന ഒരു വണ്ടിയുടെ കീഴിൽ ഉറങ്ങുകയായിരുന്നു അവൻ. അമ്മയുടെ മുല കുടിക്കാൻ ആഗ്രഹിച്ച് അവൻ കരയാൻ തുടങ്ങി, കാലുകൾ മുകളിലേക്കെറിഞ്ഞു. അവന്റെ ചെറിയ കാലുകളുടെ ചവിട്ടിൽ നിന്ന് വണ്ടി പെട്ടെന്ന് പിളർന്നു കഷണങ്ങളായി വീണു. അവന് 1 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ചുഴലിക്കാടിന്റെ വേഷം ധരിച്ച തൃണാവർത്തൻ അസുരൻ അവനെ കൊണ്ടുപോയി ആകാശത്തേക്ക് വളരെ ഉയരത്തിൽ കൊണ്ടുപോയി. അവൻ അസുരന്റെ കഴുത്തിൽ തൂങ്ങി ആകാശത്തുനിന്ന് വീഴാൻ നിർബന്ധിച്ചു, ഉടനെ മരിക്കാൻ നിർബന്ധിച്ചു. ഒരിക്കൽ അവന്റെ അമ്മ അവൻ വെണ്ണ മോഷ്ടിക്കുന്നത് കണ്ട് അസ്വസ്ഥയായി അവനെ ഒരു മരച്ചീനിയിൽ കെട്ടി കുട്ടി അത് യമല അർജുന എന്നറിയപ്പെടുന്ന ഒരു ജോഡി മരങ്ങളിലേക്ക് വലിച്ചിഴച്ച് വീഴ്ത്തി. ഒരിക്കൽ അവൻ തന്റെ ജ്യേഷ്ഠനായ ബലരാമനോടൊപ്പം കാട്ടിൽ പശുക്കിടാക്കളെ മേയ്ക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ബകാസുരൻ എന്ന അസുരൻ പ്രത്യക്ഷപ്പെട്ടു. കൃഷ്ണൻ ഉടനെ അസുരന്റെ കൊക്ക് 2 പിളർന്നു. കൃഷ്ണൻ മേയിച്ചിരുന്ന പശുക്കിടാക്കളുടെ ഇടയിൽ വത്സാസുരൻ എന്ന അസുരൻ പ്രവേശിച്ചപ്പോൾ അവൻ ഉടൻ തന്നെ ആ അസുരനെ കണ്ടെത്തി കൊന്ന് ഒരു മരത്തിലെറിഞ്ഞു. കൃഷ്ണൻ തന്റെ സഹോദരനായ ബലരാമനോടൊപ്പം തലവന വനത്തിൽ പ്രവേശിച്ചപ്പോൾ കഴുതയുടെ ആകൃതിയിലുള്ള ധേനുകാസുരൻ എന്ന അസുരൻ അവരെ ആക്രമിച്ചു. ബലരാമൻ ഉടൻ തന്നെ അസുരനെ കൊന്നു. ബലരാമൻ അവന്റെ പിൻകാലുകൾ പിടിച്ച് ഒരു ഈന്തപ്പനയിൽ എറിഞ്ഞു. ധേനുകാസുരന്റെ കൂട്ടാളികൾ കഴുതകളുടെ രൂപത്തിലുള്ളവർ അവനെ സഹായിച്ചെങ്കിലും എല്ലാവരും കൊല്ലപ്പെട്ടു. തലവന വനം അപ്പോൾ വൃന്ദാവനത്തിലെ മൃഗങ്ങൾക്കും നിവാസികൾക്കും തുറന്നിരുന്നു. പ്രലംബാസുരൻ കൃഷ്ണന്റെ ഗോമാതാവായ കാമുകന്മാരുടെ ഇടയിൽ പ്രവേശിച്ചപ്പോൾ ബലരാമൻ അവനെ കൊല്ലാൻ കൃഷ്ണനിടയാക്കി. അതിനുശേഷം കൃഷ്ണൻ തന്റെ സുഹൃത്തുക്കളെയും പശുക്കളെയും ഒരു കടുത്ത കാട്ടുതീയിൽ നിന്ന് രക്ഷിച്ചു. യമുന നദിയിലെ തടാകത്തിൽ വെച്ച് കാളിയ സർപ്പത്തെ ശിക്ഷിക്കുകയും യമുനയുടെ പരിസരം വിട്ടുപോകാൻ നിർബന്ധിക്കുകയും ചെയ്തു. അതുവഴി അവൻ യമുനയിലെ ജലത്തെ വിഷരഹിതമാക്കി. നന്ദ മഹാരാജന്റെ മറ്റൊരു സുഹൃത്ത് പറഞ്ഞു, പ്രിയപ്പെട്ട നന്ദ, നിങ്ങളുടെ മകൻ കൃഷ്ണനിൽ ഞങ്ങൾ ഇത്രയധികം ആകൃഷ്ടരാകുന്നത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ അവനെ മറക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ ഇത് അസാധ്യമാണ്. എന്തുകൊണ്ടാണ് നമുക്ക് അവനോട് ഇത്ര സ്വാഭാവികമായി വാത്സല്യം തോന്നുന്നത്? എത്ര അത്ഭുതകരമാണെന്ന് സങ്കൽപ്പിക്കുക. ഒരു വശത്ത് അവൻ വെറും 7 വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ്, മറുവശത്ത് ഗോവർദ്ധന കുന്ന് പോലെയുള്ള ഒരു വലിയ കുന്നുണ്ട്. അവൻ അത് വളരെ എളുപ്പത്തിൽ ഉയർത്തി. ഹേ നന്ദ മഹാരാജ, ഞങ്ങൾ ഇപ്പോൾ വലിയ സംശയത്തിലാണ്. നിങ്ങളുടെ മകൻ കൃഷ്ണൻ അർദ്ധദേവന്മാരിൽ ഒരാളായിരിക്കണം. അവൻ ഒരു സാധാരണ ആൺകുട്ടിയല്ല. ഒരുപക്ഷെ അവൻ പരമദിവ്യോത്തമ പുരുഷനായിരിക്കാം. വൃന്ദാവനത്തിലെ ഗോപാലകരുടെ പ്രശംസ കേട്ട് നന്ദരാജാവ് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി ഗർഗമുനിയുടെ പ്രസ്താവന ഞാൻ നിങ്ങൾക്ക് മറുപടിയായി നൽകാം. നാമകരണ ചടങ്ങ് നടത്താൻ വന്നപ്പോൾ ഈ കുട്ടി വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത നിറങ്ങളിൽ അവതരിക്കുന്നുവെന്നും ഇത്തവണ വൃന്ദാവനത്തിൽ കറുത്ത നിറത്തിൽ, കൃഷ്ണൻ എന്നറിയപ്പെടുന്ന നിറത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മുമ്പ് അദ്ദേഹത്തിന് വെളുത്ത നിറമായിരുന്നു, പിന്നീട് ചുവപ്പ് നിറമായിരുന്നു, പിന്നീട് മഞ്ഞ നിറമായിരുന്നു. ഈ കുട്ടി ഒരിക്കൽ വാസുദേവന്റെ മകനായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ മുൻജന്മത്തെക്കുറിച്ച് അറിയുന്ന എല്ലാവരും അദ്ദേഹത്തെ വാസുദേവൻ എന്ന് വിളിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. വാസ്തവത്തിൽ എന്റെ മകന് അവന്റെ വ്യത്യസ്ത ഗുണങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കുമനുസരിച്ച് പലതരം പേരുകൾ ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ കുട്ടി എന്റെ കുടുംബത്തിന് ഐശ്വര്യപൂർണനായിരിക്കുമെന്നും വൃന്ദാവനത്തിലെ എല്ലാ ഗോപാലകർക്കും പശുക്കൾക്കും അതീന്ദ്രിയമായ ആനന്ദം നൽകാൻ അദ്ദേഹത്തിന് കഴിയുമെന്നും ഗാർഗാചാര്യൻ എനിക്ക് ഉറപ്പ് നൽകി. പലതരം ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരിടേണ്ടി വന്നാലും ഈ കുട്ടിയുടെ കൃപയാൽ നമുക്ക് അവയിൽ നിന്ന് വളരെ എളുപ്പത്തിൽ മോചനം ലഭിക്കും. മുമ്പ് ഈ കുട്ടി ലോകത്തെ ഒരു അനിയന്ത്രിതമായ അവസ്ഥയിൽ നിന്ന് രക്ഷിച്ചുവെന്നും സത്യസന്ധരായ എല്ലാ ആളുകളെയും സത്യസന്ധരില്ലാത്ത കള്ളന്മാരുടെ കൈകളിൽ നിന്ന് രക്ഷിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ബാലനായ കൃഷ്ണനോട് അടുപ്പം പുലർത്തുന്ന ഏതൊരു ഭാഗ്യവാനും ഒരിക്കലും ശത്രുവിന് പരാജയപ്പെടുകയോ ചെയ്യില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മൊത്തത്തിൽ അദ്ദേഹം ഭഗവാൻ വിഷ്ണുവിനെപ്പോലെയാണ്. അവൻ എപ്പോഴും ദേവന്മാരുടെ പക്ഷം പിടിക്കുന്നു. അതിനാൽ അവർ ഒരിക്കലും അസുരന്മാരാൽ പരാജയപ്പെടില്ല. അങ്ങനെ ഗാർഗാചാര്യൻ നിഗമനത്തിലെത്തി, എന്റെ കുട്ടി അതീന്ദ്രിയ സൗന്ദര്യത്തിലും
യോഗ്യതയിലും പ്രവർത്തനങ്ങളിലും സ്വാധീനത്തിലും ഐശ്വര്യത്തിലും കൃത്യമായി വിഷ്ണുവിനെപ്പോലെയാകുമെന്ന്. അതിനാൽ അവന്റെ അത്ഭുതകരമായ പ്രവർത്തനങ്ങളിൽ നാം അത്ഭുതപ്പെടേണ്ടതില്ല. ഇത് എന്നോട് പറഞ്ഞതിനുശേഷം ഗാർഗാചാര്യ വീട്ടിലേക്ക് മടങ്ങി. അതിനുശേഷം ഞങ്ങൾ ഈ കുട്ടിയുടെ അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ നിരന്തരം കണ്ടുകൊണ്ടിരുന്നു. ഗാർഗാചാര്യരുടെ ഭാഷ്യമനുസരിച്ച് അദ്ദേഹം നാരായണൻ തന്നെയായിരിക്കണമെന്ന് ഞാൻ കരുതുന്നു. അല്ലെങ്കിൽ ഒരുപക്ഷേ നാരായണന്റെ ഒരു പൂർണ്ണ ഭാഗമായിരിക്കാം. നന്ദ മഹാരാജൻ വഴി ഗാർഗാചാര്യൻ നടത്തിയ വാക്കുകൾ എല്ലാ ഗോപാലകരും വളരെ ശ്രദ്ധയോടെ കേട്ടപ്പോൾ കൃഷ്ണന്റെ അത്ഭുതകരമായ പ്രവർത്തനങ്ങളെ അവർ കൂടുതൽ അഭിനന്ദിക്കുകയും വളരെ സന്തോഷിക്കുകയും സംതൃപ്തരാകുകയും ചെയ്തു. കൃഷ്ണനെക്കുറിച്ചുള്ള അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കപ്പെട്ടതിനാൽ അവർ നന്ദ മഹാരാജനെ സ്തുതിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, വളരെ ദയാലുവും സുന്ദരനും കരുണാമയനുമായ കൃഷ്ണൻ നമ്മെ സംരക്ഷിക്കട്ടെ. കോപാകുലനായ ഇന്ദ്രൻ മഴ പെയ്യിച്ചു, മഞ്ഞുപാളികളും ശക്തമായ കാറ്റും പെയ്യിച്ചു. അപ്പോൾ കൃഷ്ണൻ ഉടനെ നമ്മിൽ കരുണ കാണിക്കുകയും നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും പശുക്കളെയും വിലപ്പെട്ട സ്വത്തുക്കളെയും രക്ഷിക്കുകയും ചെയ്തു, ഒരു കുട്ടി കൂൺ പറിച്ചെടുക്കുന്നതുപോലെ. അവൻ നമ്മെ വളരെ അത്ഭുതകരമായി രക്ഷിച്ചു. അവൻ നമ്മെയും നമ്മുടെ പശുക്കളെയും കരുണയോടെ നോക്കുന്നത് തുടരട്ടെ. അത്ഭുതകരമായ കൃഷ്ണന്റെ സംരക്ഷണയിൽ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാം.